1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്ത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും ചേന്നമംഗലം പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് പി ജയചന്ദ്രൻ അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ ഉദിച്ച നിലാവാണ് ജയേട്ടൻ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെണ്ട വായിക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ മൃദംഗവാദനം, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. ഒപ്പം പാട്ടുകളും പ്രാക്ടീസ് ചെയ്തിരുന്നു. ആലുവയിൽ ഒരു മാസ്റ്ററെടുത്ത് പോയിട്ട് അദ്ദേഹം പള്ളിയിലെ ഗാനങ്ങൾ പാടുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അപ്പർ പ്രൈമറി ക്ലാസ്, അതായത് 5, 6 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇരിങ്ങാലക്കുടയിലെത്തുന്നത്. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KV രാമനാഥൻ മാസ്റ്റർ എന്ന ബാലസാഹിത്യകാരനായ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ സംഗീതത്തിൽ കൂടുതൽ അറിവ് നേടുന്നതും പിന്നീട് അത് യൂത്ത് ഫെസ്റ്റിവൽ വരെ എത്തുന്നതും. കേരള സംസ്ഥാന യുവജനോത്സവത്തിൽ മൃദംഗവാദനത്തിൽ 1ാം സമ്മാനവും ലളിത ഗാനത്തിൽ 2ാം സ്ഥാനവും നേടിക്കൊണ്ടാണ് പി ജയചന്ദ്രൻ എന്ന പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. 1960കളുടെ ആരംഭത്തിൽ ഏകദേശം 64 കാലത്താണ് അദ്ദേഹത്തിൻ്റെ BSc സുവോളജി പഠനം കഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ കൂടെ, ജ്യേഷ്ഠൻ സുധാകരനോടൊപ്പം ചെന്നൈയിൽ പ്യാരി ആൻഡ് കമ്പനിയിൽ ജോലി തേടി അവിടെ എത്തുന്നതും. അവിടെ വെച്ചാണ് ജ്യേഷ്ഠൻ്റെ സുഹൃത്തായ 58-ൽ കൂടെ ഉണ്ടായിരുന്ന ദാസേട്ടനെ വീണ്ടും കാണുന്നതൊക്കെ. ജയേട്ടൻ ആദ്യം കണ്ട റെക്കോർഡിങ് ദാസേട്ടനോടൊപ്പം പോയിട്ട് കണ്ടതാണ്. ആദ്യത്തെ റെക്കോർഡിങ് മാണിക്യവീണയുമായി എന്ന ONV ദേവരാജൻ മാസ്റ്റർ ആ ഗാനമായിരുന്നു ദാസേട്ടൻ പാടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ചെന്നൈയിൽ നടന്ന ഒട്ടനവധി സംഗീത പരിപാടിയിൽ പാട്ട് പാടാൻ പോകുമായിരുന്നു. RK ശേഖർ സാറിൻ്റെ ചൊട്ട മുതൽ ചുടല വരെ എന്ന ഗാനം കേട്ടിട്ടാണ് സംവിധായകൻ വിൻസെൻ്റ് മാസ്റ്ററും ശോഭന പരമേശ്വരൻ നായർന്ന പ്രൊഡ്യൂസറൊക്കെ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നതും ചലച്ചിത്ര ഗാന ആലാപന രംഗത്തേക്കുള്ള ഒരു വഴി അങ്ങനെ തുറക്കുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ അദ്ദേഹം പാടിയ അതിപ്രശസ്തമായ ഗാനം, ആ ഗാനം ഇവിടെ പാടുന്നുണ്ട്, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അതിലൂടെ ഭാവഗായകനായി മലയാളികളുടെ ഹൃദയങ്ങളിൽ, മലയാളികളുടെ ദുഃഖങ്ങളിൽ, മലയാളികളുടെ സുഖങ്ങളിൽ, ഹർഷങ്ങളിൽ, മലയാളികളുടെ വേദനകളിൽ, മലയാളികളുടെ വിട വാങ്ങലുകളിൽ എല്ലാം നിറഞ്ഞു നിന്ന ജയേട്ടന് ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടുന്നത് 1972 ഗാനങ്ങൾക്കാണ്. 1972 പുറത്തിറങ്ങിയ KS സേതുമാധവൻ സർ സംവിധാനം ചെയ്ത പാറപ്പുറത്തിൻ്റെ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. മലയാളത്തിൻ്റെ ഗന്ധർവ കവിയും പ്രവാചക കവിയുമായ മഹാനായ വയലാർ രാമോർമ്മയുടെ വരികൾക്ക് മെല്ലിശ്ശൈ മന്നൻ MS വിശ്വനാഥൻ സാറിൻ്റെ ഈണത്തിൽ പിറന്ന ഗാനം. അത് ലോക മലയാളികൾക്കെല്ലാമുള്ള ഒരു ഗുഡ് മോർണിംഗ് സോങ്ങാണ്. ആ ഗാനമാണ് ആദ്യത്തെ ഗാനം. ചിത്രം പണിതീരാത്ത വീട്, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഗാനം. സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ എന്ന് തുടങ്ങുന്ന പാട്ട് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ഭാവചന്ദ്രിക എന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള ആദ്യത്തെ അവാർഡ് വാങ്ങിക്കുന്ന ഗായകൻ നമ്മുടെ പ്രിയങ്കരനായ നിഷാദ്. പേര് തന്നെ സംഗീതമാണ്, നിഷാദ സ്വരമാണ്. നിഷാദാണ് പാടുന്നത്. നമുക്ക് അത് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനായിരിക്കും. കാരണം അച്ഛനിട്ടിരിക്കുന്ന നിഷാദ് എന്നുള്ള പേര്, അച്ഛനൊരു ഹിന്ദുസ്ഥാനി ആരാധകനാണ് സംഗീതത്തിൻ്റെ. അപ്പോൾ നിഷാദ് നീ എന്ന് പറയുന്ന സ്വരം വെച്ചിട്ടാണ് അച്ഛനിട്ടത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഏറ്റവും ചിരി വന്ന അച്ഛനാണ് മുന്നിലിരുന്നത്. നിഷാദസ്വരം, എല്ലാ സ്വരവും ഉണ്ടല്ലോ, ഷഡ്ജ ഋഷഭ ഗാന്ധാര മധ്യമ പഞ്ചമ ദൈവത. നിഷാദസ്വരങ്ങളിൽ നിഷാദ് പാടുന്നു. നമ്മൾ ഈ പാട്ട് കേട്ടാൽ അപ്പോൾ ഊട്ടിക്ക് പോകാൻ തോന്നും. അത്ര മനോഹരമാണ് ഈ ഇതിൻ്റെ ചിത്രീകരണം. പ്രകൃതിയിലേക്കാണ് ഈ ഗാനത്തെ തുറന്നു വെച്ചിരിക്കുന്നത്. പാട്ടിങ്ങനെ തുടങ്ങി പാട്ടിൻ്റെ പല്ലവി കഴിഞ്ഞ് ചരണത്തിലാണ് നായകൻ വരുന്നത്. നായകനെ കാണാൻ അതിലും ഭംഗിയാണ്. പണിതീരാത്ത വീട്ടിലെ നമ്മുടെ നാസിർ സാറ്. ആരംഭിക്കാം. ആദ്യ ഗാനം പണിതീരാത്ത വീട്ടിലെ സുപ്രഭാതം. സായന്തനമാണെങ്കിലും എല്ലാവർക്കും സുപ്രഭാതം.
സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിമിട്ടും പണിമിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലമാർമുടി ചുരുളിന്റെ ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 ചേട്ടാ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഗുരുക്കന്മാരെല്ലാം ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ഞാൻ എൻ്റെ ഗുരുനാഥൻ പാലസീക്കര സാറ് ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അദ്ദേഹം വന്നിട്ടില്ല പക്ഷേ എൻ്റെ ആദ്യ ഗുരുനാഥൻ ശ്രീധരൻ മുണ്ടങ്ങാട് സാറിൻ്റെ ഫാമിലിയും ആൻറ്റിയും അതേപോലെ തന്നെ സാറിൻ്റെ മകനായിട്ടുള്ള സുമോദേട്ടൻ്റെ അടുത്തിനാണ് ഞാൻ ആദ്യമായിട്ട് മൃദംഗം പഠിച്ചു തുടങ്ങി എൻ്റെ മൃദംഗത്തിൻ്റെ ഗുരുനാഥനാണ് സുമോദേട്ടൻ അപ്പോൾ സുമോദേട്ടൻ എൻ്റെ അടുത്തുണ്ട് എൻ്റെ വയലിൻ അധ്യാപകൻ സുകുമാഷ് വയലിൻ പക്ഷേ എനിക്കൊന്നും വായിക്കാൻ അറിയില്ല ഇപ്പം ഞാൻ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ സുകുമാഷ് അടുത്തുനിന്ന് പഠിച്ച വയലിൻ്റെ കുറേ കാര്യങ്ങൾ ഒരുപാട് എന്നെ മ്യൂസിക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാഷുണ്ട് ഇവിടെ അങ്ങനെ എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും അവരുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അവരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. സൂപ്പർ. ഗുരുത്വ പൂർണിമയാണ് ഇന്ന്. അവിടെയും ഒരു നിലാവുണ്ട് കേട്ടോ.